അടക്കമുള്ളവർ അവിടെ എത്തിയിട്ടുണ്ട്. തൃശ അടക്കമുള്ള താരങ്ങളുണ്ട്. അങ്ങനെ വലിയ ഒരു നിര തന്നെ തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രിയായി വിജയ് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആ ചടങ്ങിന് സാക്ഷികളാകാനായി ചെന്നൈയിലെ നെഹ്റു സ്റ്റേഡിയത്തിൽ എത്തിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധി അല്പസമയത്തിനകം തന്നെ അവിടേക്ക് എത്തും. അങ്ങനെ വലിയ ഒരു ചടങ്ങ് തന്നെയാണ് ഇന്നിപ്പോൾ നടക്കുന്നത്. തമിഴ്നാടിൻ്റെ ചരിത്രത്തിൽ ഇതാദ്യമായി ദ്രാവിഡ പാർട്ടി അല്ലാത്ത വലിയ ഒരു 49 വർഷങ്ങൾക്ക് ശേഷം ദ്രാവിഡ പാർട്ടി അല്ലാത്ത ഒരു പാർട്ടി അധികാരത്തിലേക്ക് എത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. തമിഴ്നാട്ടിൽ MGRന് ശേഷം ഒരു സൂപ്പർ താരം മുഖ്യമന്ത്രിയാകുന്നു. ജയലളിത അതിനിടയിലുണ്ട്. എന്നാലും ഒരു സൂപ്പർ താരം കൂടി മുഖ്യമന്ത്രിയായി വരുന്നു എന്നുള്ള ഒരു പ്രത്യേകത കൂടി ഇന്ന് ഉണ്ട് എന്നുള്ളതാണ്. ഏതായാലും കുറേ ട്വിസ്റ്റുകൾക്കും സസ്പെൻസുകൾക്കും ഒടുവിലാണ് വിജയ് ഇന്ന് തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയുടെ കസേരയിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തൃഷ അടക്കമുള്ള താരങ്ങൾ വേദിയിലേക്ക് എത്തിയിട്ടുണ്ട്. മറ്റ് സിനിമാ താരങ്ങളുണ്ട്. അതുപോലെ തന്നെ വിജയുമായി ബന്ധപ്പെട്ടുള്ള TVKയുടെ പ്രവർത്തകരുണ്ട്, TVKയുടെ നേതാക്കളുണ്ട്, കോൺഗ്രസിൻ്റെ നേതാക്കളുണ്ട്, അങ്ങനെ വിവിധ പാർട്ടികളുടെ നേതാക്കളുണ്ട്. നിരവധി ആളുകൾ ഈ TVKയിൽ ബന്ധപ്പെട്ട ആളുകൾ അടക്കമുള്ളവരും ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി എത്തിയിട്ടുണ്ട്. രാവിലെ 8 മണിയോടുകൂടിയാണ് വിജയ് വീട്ടിൽ നിന്ന് പുറപ്പെട്ടത്. വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി വിജയ് വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. ഏതാണ്ട് 9 മണിയോടുകൂടി വിജയ് ഈ നെഹ്റു സ്റ്റേഡിയത്തിലേക്ക് എത്തി. വരുന്ന വഴികളിലെല്ലാം നിരവധി പേരാണ് വിജയിയെ കാണാനും അഭിവാദ്യം അർപ്പിക്കാനുമായി കാത്ത് നിന്നിരുന്നത്. അതിനുശേഷം വിജയിയെ നെഹ്റു സ്റ്റേഡിയത്തിൽ എത്തിയിരിക്കുന്നു. വിജയ് കറുത്ത പാൻസും വെള്ള ഷർട്ടും ധരിച്ചാണ്. സാധാരണ TVKയുടെ ഒരു ഡ്രസ് കോഡ് എന്ന് പറയുന്നത് വെള്ള ഷർട്ടും ഒരു ക്രീം കളർ പാൻറ്റുമാണ്. പക്ഷേ ഇത്തവണ വിജയ് കറുത്ത പാൻസും വെള്ള ഷർട്ടും ഇട്ടുകൊണ്ടാണ് വിജയ് അവിടേക്ക് എത്തിയത്. ചീഫ് സെക്രട്ടറി അടക്കമുള്ളവർ ചേർന്ന് തമിഴ്നാട് ചീഫ് സെക്രട്ടറി അടക്കമുള്ളവർ ചേർന്ന് വിജയിയെ നെഹ്റു സ്റ്റേഡിയത്തിലേക്ക് സ്വീകരിച്ചു. അതിനുശേഷം വിജയ് അല്പസമയത്തിനകം തന്നെ ഈ വേദിയിലേക്ക് എത്തും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഉടൻ തന്നെ വേദിയിലേക്ക് എത്തും. 10 മണിക്കാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് നിശ്ചയിച്ചിരിക്കുന്നത്. വിജയ്ക്കൊപ്പം 9 മന്ത്രിമാർ കൂടി സത്യപ്രതിജ്ഞ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അതിൽ ഈ TVKയുടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഉണ്ട്. N ആനന്ദുണ്ട്, KS സെങ്കോട്ടയ്യനുണ്ട്, അതുപോലെ തന്നെ CTR നിർമ്മൽകുമാറുണ്ട്, ആദവ് അർജുന, KG അരുൺരാജ്, A രാജ്മോഹൻ, S കീർത്തന, ഡോക്ടർ KT പ്രഭു എന്നിവരും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നുണ്ട് വിജയ്ക്കൊപ്പം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഉള്ളത്. ഏതായാലും ഈ 1952 ശേഷം ആദ്യമായാണ് സഖ്യ സർക്കാർ കൂടി അധികാരത്തിൽ എത്തുന്നത് എന്നുള്ളൊരു പ്രത്യേകത കൂടി ഇന്നത്തെ ദിവസത്തിനുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും നമുക്കറിയാം വിജയ് 108 സീറ്റുകളാണ് വിജയുടെ TVK ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയത്. തുടർഭരണം പ്രതീക്ഷിച്ച മത്സരത്തിനിറങ്ങിയ സ്റ്റാലിൻ്റെ നേതൃത്വത്തിലുള്ള DMK പക്ഷേ വലിയ പരാജയം ഏറ്റുവാങ്ങിയ ഒരു സാഹചര്യമാണ് കണ്ടത്. TVKയുടെ കുളത്തൂരിൽ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ തോൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അപ്രതീക്ഷിത വിജയം വിജയ്ക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചു. പക്ഷേ അപ്പോഴും പ്രതിസന്ധിയായി വിജയ്ക്ക് മുന്നിലുണ്ടായിരുന്നത് കേവല ഭൂരിപക്ഷം 118 സീറ്റുകൾ എന്ന മാന്ത്രിക സംഖ്യയാണ്. പക്ഷേ അതിലേക്ക് എത്താൻ വിജയ്ക്ക് ചില തടസ്സങ്ങൾ ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു. പിന്നീട് കോൺഗ്രസ് 5 MLA കോൺഗ്രസ് DMK സഖ്യത്തിനൊപ്പം ഉണ്ടായിരുന്ന കോൺഗ്രസ് വിജയ്ക്കൊപ്പം ചേർന്നു. അങ്ങനെ 113 പേരുടെ പിന്തുണ വിജയ്ക്ക് കിട്ടി. അപ്പോഴും ബാക്കിയുള്ളവരുടെ പിന്തുണ ആവശ്യമായിരുന്നു. വിജയെ സംബന്ധിച്ച് ഇടതു പാർട്ടികളുമായി വിജയ് ചർച്ച നടത്തി. പിന്നീട് CPIM നിരുപാധിക പിന്തുണ വിജയ്ക്ക് വാഗ്ദാനം ചെയ്തു. അപ്പോഴും പിന്നീട് ഗവർണറെ കണ്ടപ്പോഴും ഗവർണർ പറഞ്ഞു 118 എന്ന മാന്ത്രിക സംഖ്യ കടക്കാതെ കേവല ഭൂരിപക്ഷമില്ലാതെ സർക്കാർ രൂപീകരിക്കാൻ താൻ ക്ഷണിക്കില്ല എന്നുള്ള നിർദ്ദേശമാണ് ഗവർണർ നൽകിയത്. അതൊരു പ്രതിസന്ധി ഈ സർക്കാർ രൂപീകരണത്തിൽ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി. പിന്നീട് VCKയുടെ കാര്യത്തിലാണ് ഒരു തീരുമാനമുണ്ടാക്കാനുള്ള വൈകൽ ഉണ്ടായത്, ഒരു കാലതാമസം ഉണ്ടായത്. വിജയെ സംബന്ധിച്ച് സർക്കാർ രൂപീകരണം അത് അനിശ്ചിതത്വത്തിലാകുമോ എന്നുള്ള ആശങ്ക ഇന്നലെ ഈ ഉച്ചവരെ വളരെ ശക്തമായി തന്നെ ഉണ്ടായിരുന്നു. കാരണം VCK ഇന്നലെ 10 മണിക്ക് നിലപാട് വ്യക്തമാക്കുമെന്ന് പറഞ്ഞു, വാർത്താ സമ്മേളനം വിളിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ 10 മണിയുടെ വാർത്താ സമ്മേളനം മാറ്റിവെക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അതിനുശേഷം വൈകുന്നേരത്തോടു കൂടി വിജയ്ക്ക് കത്ത് നൽകി, പിന്തുണ അറിയിച്ചുകൊണ്ടുള്ള കത്ത് നൽകുന്ന സാഹചര്യമുണ്ടായി. അതോടുകൂടിയാണ് അനിശ്ചിതത്വങ്ങൾ ഒഴിഞ്ഞ് വിജയ്ക്ക് മന്ത്രിസഭ രൂപീകരിക്കാനും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്താനുമുള്ള വഴി തെളിഞ്ഞത്. പിന്നാലെ തന്നെ ഗവർണറെ ലോക് ഭവനിലെത്തി വിജയ് കണ്ടു, സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ചു. അത് ഗവർണർ അംഗീകരിച്ചു. അങ്ങനെയാണ് ഇന്ന് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കുന്നത്. ഇന്നലെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടത്താൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷ വിജയെ സംബന്ധിച്ച് ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ VCKയുടെ പിന്തുണ പ്രതിസന്ധിയായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്
ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഏതായാലും അതിന് പിന്നാലെ വിജയെ സംബന്ധിച്ചിപ്പോൾ ആ പ്രതിസന്ധി കൂടി മറികടന്നുകൊണ്ട് വിജയ് തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ഏതായാലും അപ്രതീക്ഷിതമായൊരു കടന്നുവരവ് തന്നെയാണ് ഈ തമിഴ്നാട്ടിൽ ഉണ്ടായിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്ക് വൻ വിജയം തന്നെ നാട്ടുകാർ നൽകിയിരിക്കുന്നു. 2 മണ്ഡലങ്ങളിലാണ് വിജയ് മത്സരിച്ചത്. തിരുച്ചിറപ്പള്ളി ഈസ്റ്റിലും പെരമ്പൂരിലുമാണ്. ചെന്നൈയിലെ പെരമ്പൂർ മണ്ഡലത്തിലുമാണ് വിജയ് മത്സരിച്ചത്. 2 വലിയ ഭൂരിപക്ഷത്തോടെയാണ് വിജയ് വിജയിച്ചു കയറിയത്. ഏതായാലും ഒരു മണ്ഡലം വിജയ് ഒഴിയും. അത് തിരുച്ചിറപ്പള്ളി ഈസ്റ്റ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ സീറ്റിൽ ഇനി ആര് മത്സരിക്കുമെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. തൃഷയുടെ പേരുകളടക്കം അവിടേക്ക് പരിഗണിക്കപ്പെടുന്നുണ്ട് എന്നുള്ള സൂചനകൾ പുറത്തേക്ക് വന്നിരുന്നു. ഏതായാലും ഈ ചടങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൃശ്യം തൃഷ തന്നെയാണ്. തൃഷ അവിടെ വളരെ സജീവമായി തന്നെ ഈ വേദിയിൽ അതുപോലെ തന്നെ അവിടെ ഉണ്ട് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. തൃഷയുണ്ട്, മറ്റ് താരങ്ങളുണ്ട്. ഏതായാലും കൂടുതൽ പേർ അല്പസമയത്തിനകം തന്നെ എത്തും. ഏതായാലും ഇനി നിമിഷങ്ങൾ മാത്രമാണ് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് ഉള്ളത്. ഏതായാലും അവിടെ എല്ലാവരും തന്നെ എത്തിയിട്ടുണ്ട്. പോലീസിൻ്റെ പ്രതിനിധികൾ, അതുപോലെ തന്നെ വിവിധ സേനാ മേധാവികളടക്കം ക്ഷണിക്കപ്പെട്ട സർക്കാരിൻ്റെ എല്ലാ ആളുകളും അവിടേക്ക് എത്തിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധി അല്പസമയത്തിനകം തന്നെ എത്തിച്ചേരുകയും ചെയ്യും. തീർച്ചയായും ഇനി അല്പസമയത്തിനുള്ളിൽ തന്നെ വിജയ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏൽക്കുകയാണ്. ഈ നാളുകൾ നീണ്ടുനിന്ന ഒരു രാഷ്ട്രീയ നാടകങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ ടി.വി.കെ അധ്യക്ഷൻ കൂടിയായ വിജയ് ഇന്ന് തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. നിരവധി താരങ്ങളും തൃശ്ശിയടക്കമുള്ള നിരവധി താരങ്ങൾ ഇപ്പോൾ ഈ ഒരു സ്റ്റേഡിയത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. വിജയ് അടക്കം ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇനി അല്പസമയത്തിനകം തന്നെ വിജയ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏൽക്കുകയാണ്. 10 മണിയോടുകൂടി തന്നെ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ ആരംഭിക്കും എന്നതാണ് ലഭിക്കുന്ന വിവരം. ആന്റണി ജിസ്റ്റോർ ചേരുന്നു. ആന്റണി, ഇനിയിപ്പോൾ അല്പസമയം കൂടി മാത്രമാണ് ബാക്കിയുള്ളത്. ഇപ്പോൾ 10 മണിയോടുകൂടി തന്നെ ഈ ഒരു സത്യപ്രതിജ്ഞ ചടങ്ങുകൾ ആരംഭിക്കാനുള്ള സാഹചര്യമല്ലേ ഉള്ളത്? തീർച്ചയായും അതിനുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ സജ്ജമാക്കിയിരിക്കുന്നത്. വിജയ് നേരത്തെ തന്നെ അവിടേക്ക് എത്തിയിട്ടുണ്ട്. മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആളുകൾ അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇനി രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രമുഖരാണ് എത്തേണ്ടത്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ കൂടി അവിടേക്ക് എത്തേണ്ടതുണ്ട്. അദ്ദേഹം 10 മണിക്ക് തന്നെ എത്തുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഏതായാലും ഒരുക്കങ്ങളെല്ലാം സജ്ജമാണ്. അവിടെ നൂറുകണക്കിന് ആളുകൾ ഈ ചടങ്ങിന് സാക്ഷികളാകാൻ എത്തിയിട്ടുണ്ട്. വിശിഷ്ടാതിഥികളും അല്ലാത്തവരുമായി നിരവധി പേർ ഈ സ്റ്റേഡിയത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. ഏതായാലും തമിഴ്നാട് ടി.വി.കെ പ്രവർത്തകരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം തന്നെയാണ്. അവർ അത് ആഘോഷമാക്കുന്ന ഒരു ദിവസമാണ്. വിജയ് ആരാധകർ, ടി.വി.കെ പ്രവർത്തകർക്കൊപ്പം തന്നെ വിജയ് എന്ന സൂപ്പർ താരത്തെ ആരാധിക്കുന്ന ആയിരങ്ങളുണ്ട് തമിഴ്നാട്ടിൽ. അവരുകൂടി വോട്ട് ചെയ്താണ് വിജയ് ഈ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുന്നത്. ഏതായാലും വിജയിയെ സ്നേഹിക്കുന്നവർ, ടി.വി.കെ പ്രവർത്തകർ അടക്കം തമിഴ്നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ ആഘോഷങ്ങൾ ഇതിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ട്. സംസ്ഥാനത്തുടനീളം ടി.വി.കെ LED സ്ക്രീനുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് തത്സമയം കാണുന്നതിന് വേണ്ടി എന്നുള്ളതാണ്. അത്തരത്തിൽ വിപുലമായ ക്രമീകരണങ്ങളാണ് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങുമായി ബന്ധപ്പെട്ട് ടി.വി.കെയും മറ്റും ഒരുക്കിയിരിക്കുന്നത്. നമുക്കറിയാം, വിജയ് എന്ന സൂപ്പർ താരത്തെ തമിഴ്നാട് നെഞ്ചേറ്റിയ ഒരു കാഴ്ച ഉള്ളതാണ്. വിജയെ സംബന്ധിച്ച്, തമിഴ്നാടിനെ സംബന്ധിച്ച് വിജയ് അവരുടെ നെഞ്ചിലുള്ള താരമാണ്. ഒരുപക്ഷെ വിജയ് സിനിമ വിട്ട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോൾ അതിനെ വേദനയോടെ കണ്ടവരുണ്ട്. പക്ഷേ അവരുടെ മുഖ്യമന്ത്രിയായി വിജയ് എത്തുന്നു എന്നുള്ളത് അവരെ സംബന്ധിച്ച് വലിയ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. വിജയ് തൻ്റെ 18-ാം വയസ്സിലാണ് ആദ്യം ഒരു സിനിമയിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. അത് 1992 ആ സിനിമ നാളെയെ തീർപ്പെന്ന സിനിമയിലൂടെയാണ് വിജയ് ആദ്യമായി ഒരു മുഖ്യ വേഷത്തിൽ, അത് പിതാവ് ശങ്കർ സംവിധാനം ചെയ്ത സിനിമയാണ്. ആ സിനിമയിലൂടെയാണ് വിജയ് എത്തുന്നത്. പിന്നീട് 96-ന് ശേഷം വിജയ് ചിത്രങ്ങൾ പല സിനിമകളിലൂടെയും നമ്മൾ സിനിമാ പ്രേക്ഷകരെയൊക്കെ സംബന്ധിച്ച ജനങ്ങളുടെ മനസ്സിലിടം പിടിച്ച ഒരുപാട് ചിത്രങ്ങളുണ്ട്. വിജയ് എന്ന ഒരു വിൻറ്റേജ് വിജയ് എന്ന് പറയുന്നത് ഒരു ആളുകളെ സംബന്ധിച്ച് ഏറ്റവും പ്രിയപ്പെട്ട തുള്ളാതമനം തുള്ളും അങ്ങനെയൊക്കെ നിരവധി സിനിമകൾ, ഷാജഹാൻ അടക്കമുള്ള നിരവധി സിനിമകൾ വിജയെ സംബന്ധിച്ച്, വിജയെ സ്നേഹിക്കുന്നവരെ സംബന്ധിച്ച് വിജയുടെ എല്ലാവരുടെയും ഓർമ്മകളിലുള്ളതാണ്. അതുപോലെ തന്നെ ഗില്ലി അടക്കമുള്ള ചിത്രങ്ങൾ. ഗില്ലിയാണ് വിജയെ സംബന്ധിച്ചൊരു സൂപ്പർ താര പദവി വിജയ്ക്ക് നൽകുന്ന ഒരു ചിത്രം എന്ന് പറയുന്നത്. തുടരുക. ഏതായാലും നമുക്ക് ഈ ഒരു സത്യപ്രതിജ്ഞ ചടങ്ങിന്റെ വിശേഷങ്ങളിലേക്ക് തന്നെ തിരികെ എത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം.
തമിഴ്നാട് മുഖ്യമന്ത്രിയായി വിജയ് ഉടൻ തന്നെ സത്യപ്രതിജ്ഞ ചെയ്യും. അല്പസമയത്തിനകം തന്നെ 10 മണിയോട് കൂടി തന്നെ ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് ആരംഭിക്കും എന്നതാണ് ലഭിക്കുന്ന വിവരം. ചെന്നൈ നെഹ്റു സ്റ്റേഡിയത്തിലാണ് സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുന്നത്. ആന്റണി ജോർജ് ചേരുന്നു. ആന്റണി, അങ്ങനെ 5 നാൾ നീണ്ടുനിന്ന ഒരു അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ ഇന്നിപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്യുകയാണ് വിജയ് അടക്കമുള്ള മറ്റ് 9 മന്ത്രിമാരും. ആന്റണി, തുടരാം. തീർച്ചയായും ഇനി നിമിഷങ്ങൾ മാത്രമാണ്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഇപ്പോൾ നെഹ്റു സ്റ്റേഡിയത്തിലേക്ക്, സത്യപ്രതിജ്ഞ നടക്കുന്ന ചെന്നൈയിലെ നെഹ്റു സ്റ്റേഡിയത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ വിജയ് തന്നെ നേരിട്ട് സ്വീകരിക്കുകയും ചെയ്തു. അദ്ദേഹം അല്പസമയത്തിനകം വേദിയിലേക്ക് എത്തിച്ചേരും. കോൺഗ്രസിന്റെ നേതാവ്, ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അല്പസമയം മുമ്പ് ചെന്നൈയിലെ ഈ വേദിയിലേക്ക്, സത്യപ്രതിജ്ഞ നടക്കുന്ന വേദിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഏതായാലും ആ ട്വിസ്റ്റുകൾ, 5 ദിവസങ്ങൾ നീണ്ട ട്വിസ്റ്റുകൾ ഇപ്പോൾ, സസ്പെൻസുകളൊക്കെ അവസാനിക്കുകയാണ്. 10 മണിക്ക് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായി വിജയ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ഇനി സെന്റ് ജോർജ് കോട്ടയിൽ, തമിഴ്നാട് സെക്രട്ടേറിയറ്റ് സ്ഥിതി ചെയ്യുന്നത് സെന്റ് ജോർജ് കോട്ടയിലാണ്. സെന്റ് ജോർജ് കോട്ടയിൽ ഇനി വിജയിയുടെ നാളുകളാണ്. വിജയ് ഇനി തമിഴ്നാടിനെ നയിക്കും. സെന്റ് ജോർജ് കോട്ടയിലിരുന്ന് അധികായന്മാരായ നിരവധി പേർ തമിഴ്നാടിനെ നയിച്ച ഒരു ചരിത്രം സെന്റ് ജോർജ് കോട്ടയ്ക്കുണ്ട്. അത് MGRും അതുപോലെ തന്നെ കരുണാനിധിയും അതിനപ്പുറത്ത് ജയലളിതയും MK സ്റ്റാലിനും അടക്കം നിരവധി പേർ കടന്നു വന്ന വഴികളിലൂടെയാണ് വിജയും എത്തുന്നത്. വിജയെ സംബന്ധിച്ച 3 സൂപ്പർ താരങ്ങൾ. ആദ്യം MG രാമചന്ദ്രൻ എന്ന തമിഴ് സിനിമയിലെ എക്കാലത്തെയും വലിയ സൂപ്പർ താരം. പിന്നീട് അവിടെ മുഖ്യമന്ത്രിയായി ജനങ്ങളുടെ മനസ്സിലേക്ക് ചിരപ്രതീക്ഷ നേടി എത്തുന്ന കാഴ്ച. അതിനുശേഷം ജയലളിത, തമിഴ്നാടിൻ്റെ സ്വന്തം അമ്മ എന്ന് ജനങ്ങൾ വിളിച്ച ജയലളിത സൂപ്രധാന പദവിയിൽ നിന്ന്, സിനിമയിൽ നിന്നെത്തി തമിഴ്നാടിൻ്റെ രാഷ്ട്രീയത്തിൽ ഏറ്റവും ശക്തയായ വനിതയായി മാറുന്ന കാഴ്ച കണ്ടു. അതിനുശേഷം ഇതാ വിജയ് എന്ന സൂപ്പർ താരം കൂടി തമിഴ്നാട് സർക്കാരിൻ്റെ, തമിഴ്നാടിൻ്റെ രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക്, ഭരണ നേതൃത്വത്തിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. വിജയെ സംബന്ധിച്ച് ഇത് അദ്ദേഹം നേരത്തെ തന്നെ തുടങ്ങിയ ഒരു അദ്ദേഹത്തിൻ്റെ കടന്നുവരവ് ഈ രാഷ്ട്രീയത്തിലേക്കുള്ളതിന് നേരത്തെ തന്നെ ഒരു പ്ലാനിങ് വിജയെ സംബന്ധിച്ച് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ വിജയുടെ ആരാധക കൂട്ടത്തിൻ്റെ, അല്ലെങ്കിൽ ആ ആരാധക സംഘടനയുടെ പേരെന്ന് പറയുന്നത് വിജയ് മക്കൾ ഇയക്കം എന്ന ആണ്. ആ ആരാധക സംഘത്തെ ഭാവിയിൽ അതൊരു വോട്ടായി മാറുന്ന ദീർഘവീക്ഷണം അത് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അതിനെ ഒരു രാഷ്ട്രീയ പാർട്ടിയായി മാറ്റുക എന്നുള്ളൊരു കാര്യം, വിജയ് രാഷ്ട്രീയത്തിലേക്ക് എത്തും എന്നുള്ള സൂചനകൾ വളരെ നേരത്തെ ഉണ്ടായിരുന്നു. പിന്നീടാണ് അദ്ദേഹം ലാസ്റ്റ് പ്രഖ്യാപിക്കുന്നത്, കഴിഞ്ഞ വർഷം ഇങ്ങനെ താൻ സിനിമ അഭിനയം നിർത്തുകയാണ്. ജനനായകൻ എന്ന ഈ സിനിമയിലൂടെ താൻ അഭിനയം നിർത്തുന്നു, രാഷ്ട്രീയത്തിലേക്ക് സജീവമാകുന്നു. തമിഴക വെട്രി കഴകം എന്ന പാർട്ടിയും വിജയ് പ്രഖ്യാപിക്കുകയും ചെയ്തു. അങ്ങനെ 2024 ഫെബ്രുവരി 2 TVK എന്ന പാർട്ടി വിജയ് പ്രഖ്യാപിച്ചു. TVK എന്ന പാർട്ടി, തമിഴക വെട്രി കഴകം എന്ന പാർട്ടി രൂപം കൊണ്ടു വിജയുടെ നേതൃത്വത്തിൽ. അങ്ങനെ അതിൻ്റെ ഒരു ജൈത്രയാത്ര ഇപ്പോൾ അത് രൂപീകരിച്ച് 2024 രൂപീകരിച്ചു, ഫെബ്രുവരിയിൽ രൂപീകരിച്ചു. 2 വർഷങ്ങൾ കടന്ന് 2026 ഈ മെയ് മാസത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ ആ സംഘടന അതിൻ്റെ ആദ്യ തെരഞ്ഞെടുപ്പിൽ, ആദ്യം നടന്ന സംസ്ഥാനത്ത് ആ പാർട്ടി രൂപീകരിച്ച ശേഷം നടന്ന ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ ആ അധികാരത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. വിജയുടെ രാഷ്ട്രീയ യോഗങ്ങളിലൊക്കെ ആവർത്തിച്ച് പറഞ്ഞിരുന്ന ഒരു കാര്യം, ഈ മത്സരം അത് MK സ്റ്റാലിനുമായാണ്, DMK-യുമായാണ് എന്നുള്ളതാണ്. DMK-യെയും AIDMK-യെയും ഒരുപോലെ ശത്രുക്കളായി കണ്ടുകൊണ്ടാണ് വിജയ് ഈ തെരഞ്ഞെടുപ്പിലേക്ക് എത്തിയത്. വിജയുമായി സഖ്യനീക്കത്തിന് BJP ശ്രമിച്ചെങ്കിലും വിജയ് അതിന് വഴങ്ങിയില്ല എന്നുള്ളതാണ്. ശക്തമായ സമ്മർദ്ദം BJP-യുമായുള്ളൊരു സഖ്യത്തിന് വിജയ്ക്ക് മേലുണ്ടായിരുന്നു. പക്ഷേ വിജയ് അതിലേക്ക് പോയില്ല. ആദ്യഘട്ടത്തിൽ കോൺഗ്രസുമായുള്ള സഖ്യത്തിന് ഒരു താല്പര്യം വിജയ് പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ സംസ്ഥാനത്തെ നേതാക്കൾക്ക് താല്പര്യമുണ്ടായിരുന്നെങ്കിലും ദേശീയ നേതൃത്വത്തിന് അതിലൊരു താല്പര്യക്കുറവുണ്ടായിരുന്നു. അങ്ങനെ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ആ ഒരു സഖ്യമില്ലാതെ പോയി. പക്ഷേ തെരഞ്ഞെടുപ്പിന് ശേഷം വിജയ്ക്കൊപ്പം കോൺഗ്രസ് പെട്ടെന്ന് ചേരുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ഈ വിജയിയെ സംബന്ധിച്ച് അല്പസമയത്തിനകം തന്നെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കും. വിജയുടെ മാതാപിതാക്കൾ ശങ്കറും ശോഭയും അടക്കമുള്ളവരവിടെ ഉണ്ട്. തൃഷയുണ്ട്. വിജയുടെ നിരവധി സിനിമകളിൽ സജീവ അതിൽ നായികയായി അഭിനയിച്ച തൃഷ വിജയ് ആ ചടങ്ങിൽ പ്രധാനമായ ഒരു ആളായി തന്നെ ഉണ്ട്. നിരവധി മറ്റു താരങ്ങളുണ്ട്. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുണ്ട്. അങ്ങനെ നിരവധി പേർ ഇപ്പോൾ അവിടെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നതിലും. ഒരുപാട് ട്വിസ്റ്റുകൾ ഒക്കെ അതിജീവിച്ചുകൊണ്ട് നമുക്കറിയാവുന്ന പോലെ 108 സീറ്റ് എന്ന നിലയിലാണ് വിജയ് ഇവിടെ TVK ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത്. പക്ഷേ
108 സീറ്റ് പോരാ വിജയത്തിലേക്ക് എത്താൻ. 118 സീറ്റുകളാണ് ഈ സർക്കാർ രൂപീകരണത്തിന് ആവശ്യമായി ഉള്ളത്. ആ ഘട്ടത്തിൽ ഉയർന്ന ചോദ്യം, എങ്ങനെയായിരിക്കും ഈ സർക്കാർ രൂപീകരിക്കാനുള്ള കേവല ഭൂരിപക്ഷം അത് വിജയ് ഒപ്പിക്കുക, അല്ലെങ്കിൽ അത് എങ്ങനെ റെഡിയാക്കും, അതെങ്ങനെ നേടും എന്നുള്ളൊരു ചോദ്യം ബാക്കി നിൽക്കുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു. അങ്ങനെ കോൺഗ്രസ് ഇക്കാര്യത്തിലൊരു ഇപ്പോൾ രാഹുൽ ഗാന്ധി ആ വേദിയിലേക്ക് എത്തിയിരിക്കുന്നു. വിജയ് ആ വേദിയിലേക്ക് വരുന്നു എന്നുള്ളത് തന്നെയാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ. വിജയ് സത്യപ്രതിജ്ഞ നടക്കുന്ന നെഹ്റു സ്റ്റേഡിയത്തിന്റെ വേദിയിലേക്ക് വിജയ് എത്തിയിരിക്കുന്നു. സാധാരണ നമ്മൾ കാണുന്ന ഒരു രാഷ്ട്രീയക്കാരന്റെ വേഷത്തിലല്ല എന്നുള്ളൊരു പ്രത്യേകത കൂടി ഈ സത്യപ്രതിജ്ഞയ്ക്കുണ്ട്. ഈ മുഖ്യമന്ത്രി ഈ വിജയ് എത്തുമ്പോഴുണ്ട്. സാധാരണ ഒരു വേഷം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഒരു വെള്ളമുണ്ടും വെള്ള ഷർട്ടും ഒക്കെ ഇട്ടാണ് വരുന്നതെങ്കിൽ വിജയ് എത്തിയിരിക്കുന്നത് ഒരു കോട്ടും സ്യൂട്ടും ഒക്കെ ഇട്ടാണ്, കറുത്ത സ്യൂട്ടും വെളുത്ത ഷർട്ടും ഒക്കെ ഇട്ടാണ് വിജയ് അവിടെ എത്തിയിരിക്കുന്നത്. വിജയ്ക്കൊപ്പം വേദിയിൽ ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ് കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധി കൂടി ഉണ്ട് എന്നുള്ളതാണ്. അവർ ഇപ്പോൾ അവിടെ എത്തിയിരിക്കുന്ന പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഏതായാലും വിജയ് നമുക്ക് ഈ 2024 രൂപീകരിച്ച TVK എന്ന പാർട്ടി തമിഴ്നാടിൻ്റെ അധികാര രാഷ്ട്രീയത്തിലേക്ക് വരുന്നു, ഭരണതലപ്പത്തേക്ക് വരുന്നു. വിജയ് തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നു. അതിനു മുൻപ് വിജയും അതുപോലെ തന്നെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ഇപ്പോൾ വേദിയെ അഭിസംബോധന ചെയ്യുന്ന കാഴ്ച. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഇതൊരു പുതിയ സഖ്യമാണ്. DMKയുടെ ഒപ്പമാണ് കോൺഗ്രസ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ആ തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസ് വിജയ്ക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. DMK സഖ്യം ഉപേക്ഷിച്ച് 5 MLA-മാരുള്ള കോൺഗ്രസ് BJPക്കൊപ്പം TVKക്കൊപ്പം ചേരുന്ന ആ ഒരു കാഴ്ച. ഏതായാലും അതിന് ഈ ചരിത്ര നിമിഷത്തിന് സാക്ഷിയാകാൻ രാഹുൽ ഗാന്ധി എത്തിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധി രാവിലെയാണ് ചെന്നൈയിലേക്ക് ഡൽഹിയിൽ നിന്ന് എത്തിയത്. അതിനുശേഷം അല്പസമയത്തിന് മുൻപാണ് എത്തിയത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയ് TVKയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഘട്ടത്തിൽ TVK നയിക്കുമ്പോൾ DMK സഖ്യത്തിന് വേണ്ടി പ്രചാരണത്തിനെത്തിയിരുന്നു രാഹുൽ ഗാന്ധി. വിവിധ മണ്ഡലങ്ങളിൽ രാഹുൽ ഗാന്ധി അവിടെ പ്രചാരണത്തിനെത്തിയിരുന്നു. അതിശക്തമായി AIADMKയും BJPയും ഒക്കെ ആക്രമിക്കുന്ന കാഴ്ച കണ്ടു. പക്ഷേ വിജയിയെ ആക്രമിക്കുന്ന കാഴ്ച എവിടെയും കണ്ടില്ല എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഏതായാലും ഇനിയിപ്പോൾ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ കൂടി സ്റ്റേജിലേക്ക് വരും. അല്പസമയത്തിനകം തന്നെ സത്യപ്രതിജ്ഞ വിജയ് ഒരു സുസ്മേര വദനനായി വളരെ പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വളരെ ശാന്തനായി നിൽക്കുകയാണ്. വിജയ് ശാന്തനായി തന്നെയാണ് അദ്ദേഹം ഇരിക്കുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് ഒരു മാറ്റങ്ങളുടെ തെരഞ്ഞെടുപ്പായിരിക്കും എന്നുള്ളത് അദ്ദേഹം പ്രവചിച്ചിരുന്നു. പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനം ഒരു പക്ഷേ വിജയെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായി വന്ന ഒരു കാര്യമാണ്. തമിഴ്നാട്ടിലെ ജനങ്ങൾ വിജയെ വിശ്വസിച്ചു, വിജയ്ക്ക് വലിയൊരു വിജയം നൽകുകയും ചെയ്തു. അത്തരമൊരു വിജയം നൽകിയ ഘട്ടത്തിൽ ചില പ്രതിസന്ധികൾ വിജയ്ക്ക് അപ്പോഴും മുന്നിലേക്കുണ്ടായിരുന്നു. ജനവികാരം വിജയ്ക്കൊപ്പമായിരുന്നെങ്കിലും ചില രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിജയെ സംബന്ധിച്ച് പ്രതിസന്ധി സൃഷ്ടിച്ചു. പക്ഷേ ഇന്നലെ ആ ആശങ്കകളുടെ കാർമേഘം ഒഴിഞ്ഞു. വിജയ് ഭരണത്തിലേക്ക് എത്താനുള്ള വഴി തെളിഞ്ഞു. VCK 2 പാർട്ടി MLA-മാരുള്ള VCK വിജയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. ആ പിന്തുണ പ്രഖ്യാപിച്ചതോടുകൂടി വിജയ്ക്ക് സർക്കാർ രൂപീകരിക്കാനുള്ള ആ ഒരു വഴി തെളിയുന്ന കാഴ്ചയാണ് കണ്ടത്. ഏതായാലും വിജയെ സംബന്ധിച്ച് വിജയുടെ ജനനം എന്ന് പറയുന്ന 1974 ജൂൺ 22 ചെന്നൈയിലാണ് വിജയ് ജനിക്കുന്നത്. വിജയുടെ അച്ഛൻ സിനിമാ സംവിധായകനും നിർമ്മാതാവുമായ ചന്ദ്രശേഖറാണ്. അമ്മ ഗായികയായ ശോഭയാണ്. അങ്ങനെ ബാലതാരമായി വിജയ് 18-ാം വയസ്സിൽ സിനിമയിലേക്ക് എത്തുന്നു. പിന്നീട് നാളെയോ തീർപ്പെന്ന ചിത്രത്തിലൂടെയാണ് നായക പരിവേഷത്തിലേക്ക് വിജയ് എത്തുന്നത്. അന്ന് ബാലതാരമായി വിജയ് 18-ാം വയസ്സിലെത്തിയെങ്കിലും പിന്നീട് 1992 ചന്ദ്രശേഖർ നിർമ്മിച്ച നാളെ തീർപ്പ് എന്ന ചിത്രത്തിലൂടെ വിജയ് നായകനായി എത്തുന്നു. പിന്നെ 3 പതിറ്റാണ്ടോളം തമിഴ് സിനിമയിലെ മുടിചൂടാമനായി ദളപതിയായി വിജയ് വാഴുന്ന കാഴ്ചയാണ് കണ്ടത്. ആദ്യം ഇളയ ദളപതിയായിരുന്നു വിജയ്, പിന്നീട് വിജയ് ദളപതിയാവുകയായിരുന്നു. 70 ചിത്രങ്ങളാണ് ഇതിലൂടെ സൂപ്പർ സ്റ്റാർ പരിവേഷത്തിലേക്ക്. ഗില്ലി എന്ന സിനിമയാണ് വിജയെ സൂപ്പർ താര പദവിയിലേക്ക് എത്തിക്കുന്നത്. പിന്നീട് വിജയുടെ സിനിമകളിലേക്ക് ഒരു രീതി എന്ന് പറയുന്നത് ഈ രാഷ്ട്രീയ സ്വഭാവമുള്ള സിനിമകളാണ് വിജയുടെ. പിന്നീട് പുറത്തു വന്ന ഓരോ സിനിമകളിലും കൃത്യമായി രാഷ്ട്രീയം പറയുന്ന, കർഷകരുടെ രാഷ്ട്രീയം പറയുന്ന, അങ്ങനെ വിവിധ തരത്തിലുള്ള രാഷ്ട്രീയം സംസാരിക്കുന്ന സിനിമകളായിരുന്നു വിജയ് പിന്നീട് നായകനായി വന്ന സിനിമകളെല്ലാം തന്നെ എന്നുള്ളതാണ്. ഏതായാലും ആ സിനിമകളുടെ ഒരു രീതിയിൽ തന്നെ ഇപ്പോൾ വിജയ് തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുന്നു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിനിമാറ്റിക് ക്ലൈമാക്സ്, അല്ലെങ്കിൽ ഒരു സിനിമാറ്റിക് ആയിട്ടുള്ള ജീവിതം
എന്ന് തന്നെ പറയാൻ വേണ്ടി കഴിയും. ഒരു സിനിമ കഥ പോലെ വിജയ് ഇതാ തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായ അല്പസമയത്തിനകം തന്നെ സത്യപ്രതിജ്ഞ ചെയ്യും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ അല്പസമയത്തിനകം തന്നെ സ്റ്റേജിലേക്ക് എത്തും. അദ്ദേഹത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിയുണ്ട്. അതുപോലെ തന്നെ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന 9 പേരും അവിടെ സ്റ്റേജിൽ ഇപ്പോൾ സന്നിഹിതരായി നിൽക്കുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. വിജയുടെ സിനിമാ ജീവിതത്തിലേക്ക് പോയി കഴിഞ്ഞാൽ വിജയ് 1990കളുടെ ഒരു അവസാനം വരെയൊക്കെ റൊമാൻറ്റിക് ഹീറോ പരിവേഷത്തിലാണ് നിരവധി റൊമാൻറ്റിക് ഹീറോ സിനിമകൾ അത്തരത്തിൽ മലയാളിയുടെ ഈ സിനിമാ പ്രേക്ഷകരുടെ മനസ്സിൽ വിജയ് സ്നേഹിക്കുന്ന വിജയ് ആരാധകരുടെ മനസ്സിൽ വിജയെ ഓർക്കുന്നവരുടെ മനസ്സിലൊക്കെ വിജയ്ക്ക് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ തമിഴ്നാടിന്റെ ഗവർണർ, കേരളത്തിന്റെ ഗവർണറാണ്. അദ്ദേഹത്തിന് തമിഴ്നാടിന്റെ ചുമതല കൂടി ഇപ്പോൾ നൽകിയിരിക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന ഗവർണർ RN രവി പശ്ചിമ ബംഗാളിലേക്ക് മാറിയ സാഹചര്യത്തിലാണ് തമിഴ്നാടിന്റെ കൂടി ചുമതല ഗവർണർക്ക് നൽകിയത്. ഏതായാലും സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ തുടങ്ങുകയാണ്. ദേശീയ ഇപ്പോൾ തന്നെ അതിലേക്ക് പോവുകയാണ്. അല്പസമയത്തിനകം തന്നെ സത്യപ്രതിജ്ഞാ ചടങ്ങ് തുടങ്ങും. അതിന്റെ ഔദ്യോഗിക നടപടികളിലേക്ക് കടക്കുന്നു. തത്സമയ സംപ്രേക്ഷണത്തിലേക്ക്. The Honorable Chief Minister Designate will introduce the Honorable Ministers Designate to the Honorable Governor. Ladies and gentlemen, we humbly request all of you to kindly rise up for the national song Vande Mataram, followed by national anthem, followed by Tamil Thai Vaalthu. Vande Mataram, Vande Mataram, Sujalam Sufalam Malayaj Sheetala Tasya Shamala Mataram Vande Mataram Suprajotsna Pulakitayamini Pullakusumita Drumadhala Shobhini Suhasini Sumadura Bhashini Sugadam Varadam Mataram Vande Mataram Koti Koti Kanta Kala Kala Ninada Karale Koti Koti Bujhe Dhrit Kar Karwale Ke Bhole Ma Tumi A Bhole Bahubaladarini Namami Tarini Ripudalavarini Mataram Vande Mataram Tumi Vidya Tumi Dharma Tumi Hridi Tumi Marma Tvam Hi Pranaah Sharire Bahute Tumi Ma Shakti Hridaye Tumi Ma Bhakti Tomaroi Pratima Ghadi Mandire Mandire Vande Mataram Tvam Hi Durga Dash Praharana Darini Kamala Kamala Dala Viharini Vani Vidya Darini Namami Tvam Namami Kamala Mamala Atula Sujala Sufala Mataram Vande Mataram Shamalam Saralam Susmitam Bhushitam Dharanim
जनगणमन अधिनायक जय हे भारत भाग्य विधाता पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा विंध्य हिमाचल यमुना गंगा उच्चल जलति तरंगा तव शुभ नामे जाहे तव शुभ आशीष माहे गाहे तव जय गाथा जनगण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे നീരാറും കടലൊടുത്ത നിലമടർന്ന കിഴിലൊഴുകും നീരാറും കടലൊടുത്ത നിലമടந்த കെഴിലൊഴുകും சீராரும் வதனமென திகழ் பரத கண்டமிதில் எக்கணமும் அதில் சிறந்த திராவிடனல் திருநாடும் தக்க சிறு பிறை நுதலும் தரித்தனரும் திலகமுமே அத்திலக வாசனை போல் அனைத்துலகும் இன்பமுற எத்திசையும் புகழ் மணக்க இருந்த பெரும் தமிழனங்கே தமிழனங்கே உன் சீரிளமை திறம்பியல்து செயல் மறந்து வாழ்த்துதுமே 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 I request the Honorable Governor's